സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഇന്നലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മൊഡ്യൂൾ 3 ഡിസൈൻ ഓഫ് ബീംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡിസൈനാണ്. അപ്പം ആദ്യം അപ്പം ഡിസൈൻ ഇത് ബീംസ് എന്ന് പറയുന്നത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലാറ്ററലി സപ്പോർട്ടഡ് ബീമും പിന്നൊന്ന് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലാറ്ററലി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബീംസിന്റെ ഡിസൈനാണ്. അപ്പൊ ഈ ലാറ്ററലി സപ്പോർട്ടഡ് ബീംസും മറ്റ് ബീംസും തമ്മിലുള്ള അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈന് നമുക്ക് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും മാത്രം എടുത്തേച്ചാൽ മതി. മറ്റേതാകുമ്പോഴത്തേക്ക് അൺസപ്പോർട്ടഡ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ബക്ലിങ്ങും കൂടെ എടുക്കേണ്ടി വരും. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ, അതും കൂടെ നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്. അപ്പം നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ഇത് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ ആദ്യം നമുക്ക് കുറച്ച് സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ലോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കും, ഇല്ലെങ്കിൽ ആ ലോഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ലോഡ് എന്ന് പറയുന്നത് സെൽഫ് വെയിറ്റും വേണം, അത് കൂടാതെ ലൈവ് ലോഡും കണ്ടുപിടിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് ലോഡ് തന്നിരിക്കും, അപ്പോൾ ആ ലോഡ് എടുക്കുക. നെക്സ്റ്റ് വൺ അൾട്ടിമേറ്റ് ലോഡ്. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ ഫാക്ടേർഡ് ലോഡ് എന്നാണ് മീനിങ്. നമ്മൾ എല്ലാ ഡിസൈൻ പ്രോബ്ലംസിലും ചെയ്യുന്ന കണക്ക് തന്നെ ഇവിടെയും അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത് 1.5 ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻറ്റു ലോഡാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഈ ബീമിൽ ഈ ലോഡ് കൊണ്ടുണ്ടാകുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നമ്മൾ കണ്ടുപിടിക്കണം. ഈ ബീമിൽ ലോഡ്, ഈ ഫാക്ടേർഡ് ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് കൊണ്ടുണ്ടാകുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള ലോഡിംഗ് കണ്ടീഷൻസ് ആണ് ഞാൻ ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കോളം എന്ന് പറയുന്ന ബീം, പിന്നെ മാക്സിമം ഷിയർ ഫോഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഇതൊക്കെ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിസൾട്ട്സുകളാണ്. ഒന്നുമില്ല, ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിവർ, അതിൻ്റെ അകത്ത് ഫ്രീ എൻഡിൽ ഒരു W ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ്, ഷിയർ ഫോഴ്സ് W ആയിരിക്കും, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് W ഇൻറ്റു ലെങ്ത് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഒരു കാൻഡിലിവർ ബീം, അതിൻ്റെ അകത്ത് നമ്മൾ UDL കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W ഇൻറ്റു ഈ UDL എന്ന് പറയുന്നത് സ്മോൾ W ആണ്. അതിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ്. UDL എപ്പോഴും നമ്മൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കുമല്ലോ. അതിന്റെ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് WL²/2 ആണ്. ഇതെല്ലാം ടോസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ വരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതിൻ്റെ അകത്ത് ഒരു നടുക്കൊരു പോയിന്റ് ലോഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ ഷിയർ ഫോഴ്സും മാക്സിമം ബെൻഡിങ് മൊമെന്റ്. പിന്നെ വരുന്നത് ഒരു ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബീം, അതിൻ്റെ അകത്ത് UDL ഉണ്ട്, ത്രൂ ഔട്ട് ദ ബീമാണ്. അതിന്റെ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W ഇൻറ്റു L/2ഉം അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WL²/8. ഇപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാല്യൂസ് ഇതൊക്കെയാണ്. WL/2ഉം WL²/8 ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇമ്പോർട്ടൻസ് സൈൻ ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് വൺ ഫോർത്ത്. അപ്പം നമ്മൾ എവിടം വരെ എത്തി? ലോഡ്, അൾട്ടിമേറ്റ് ലോഡ്, പിന്നെ മാക്സിമം ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുക. ഇനി അത് വെച്ചുകൊണ്ട് നമ്മൾ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കണം. ആവശ്യമായിട്ടുള്ളത് ഇതാണ് സെക്ഷൻ മോഡുലസ്, ZP. അപ്പോൾ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട്, M/E=F/Y. അതിൽ നമ്മൾ ZP എത്രയാണ്. അപ്പം നേരത്തെ ഉള്ള ഡിസൈൻസിൻ്റെ അകത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ലോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏരിയയാണ് കണ്ടുപിടിക്കുന്നുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ഏരിയയ്ക്ക് പകരം നമ്മൾ കണ്ടുപിടിക്കുന്നത് സെക്ഷൻ മോഡുലസ് ആണ്. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ, ബെൻഡിങ് ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് നമുക്ക് സാധാരണ ഉള്ള ഇക്വേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് M=F ഇൻറ്റു Z. ഈ Z ആണ് സെക്ഷൻ മോഡുലസ്. Z M/M ഡിവൈഡഡ് ബൈ F.
ഈ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഡിവൈഡഡ് ബൈ ഗാമ M0 എന്നും കൂടെ ഒരു ടേം നിങ്ങൾ എടുക്കണം, എന്നാലും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഡിവൈഡ് ബൈ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ആവശ്യമുള്ള സെക്ഷൻ മോഡുലസ് നമ്മൾ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീൽ ടേബിൾ എടുക്കുക. സ്റ്റീൽ ടേബിൾ എടുക്കുമ്പോൾ ഇതാണ് സ്റ്റീൽ ടേബിള്. അതിൻ്റെ അകത്ത് നമുക്കിവിടെ ഐ സെക്ഷൻ ഉണ്ട്. അതെ, ഐ സെക്ഷൻസ്. അപ്പൊ ഇവിടെ നമുക്കിതാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ല, സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞ് ദാണ്ട് ഇവിടെ മോഡുലേ ഓഫ് എ സെക്ഷൻ ആണ് സെക്ഷൻ മോഡുലസ്. അവിടെ ZXX-ഉം ZYYയും തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ എടുക്കുന്നത് ZXX. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഈ സ്റ്റെപ്പ് വഴി, ഇവിടുത്തെ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ഒരു ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് വഴി നമുക്ക് ഒരു ZP കിട്ടും. ആ ZP ഒരു 20 തൊട്ട് 40% കൂടുതലുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ZP നമുക്കൊരു 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നതെന്നിരിക്കട്ടെ. സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഞാൻ എടുത്ത് പറയാനായിട്ടുള്ള കാരണം നമുക്കിവിടെ സെന്റിമീറ്റർ സ്ക്വയറിലാണ്, സെന്റിമീറ്റർ ക്യൂബിലാന്നിരിക്കട്ടെ. അപ്പോൾ ഇപ്പൊ 100 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുന്നു ഇവിടെ ഇതിന്റെ ZYY നോക്കണ്ട, ZXX ആണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 116 ഉണ്ട്. പക്ഷെ നമ്മൾ ഏകദേശം എത്രയെങ്കിലും കൂട്ടിയെടുക്കണം, 20 തൊട്ട് 40% കൂട്ടിയെടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം അല്ലേ, 125. അത് ഏകദേശം 25% കൂടുതലാണ്. അല്ലെങ്കിൽ 169 എടുക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നേരെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ. ഏതാണ്? ISLB 175 എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ZP കാൽക്കുലേറ്റഡ് കണ്ടുപിടിക്കുന്നു. അത് വെച്ചുകൊണ്ട് നമ്മളൊരു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നമുക്കൊരു സെക്ഷൻ അറിയാം അല്ലേ. ഇപ്പൊ നമ്മളൊരു സെക്ഷൻ കണ്ടുപിടിച്ചു. ഏതാണ്? ISLB 175. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പഠിച്ച കണക്ക് ഇതിന്റെ ZP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിന്റെ ZP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ZP കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ZP ദാറ്റ് ഈസ് A/2 ഇൻറ്റു, ഇവിടെ നമ്മൾ ZP എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏരിയ ബൈ 2 ഇൻറ്റു ദ ഹോൾ ഇൻറ്റു Y1 ബാർ പ്ലസ് Y2 ബാർ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ വിശദമായിട്ട് പഠിച്ചത്. അപ്പൊ നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ Y1 ബാറും Y2 ബാറും ഒക്കെ കണ്ടുപിടിക്കുന്നു. അതിൽ നമ്മൾ ZP കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ZP നേരത്തെ ഈ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലാണെന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എവിടം വരെ എത്തി? നമ്മൾ തുടങ്ങിയത് നമുക്ക് ലോഡ് മാത്രമേ ഉള്ളൂ, ഒരു ബീം, അതിനെപ്പറ്റി വേറെ ഒന്നും പറയുന്നില്ല. അപ്പൊ ബീമിന്റെ ആ ഷേപ്പാണ് നമ്മൾ ഏത് ബീമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഐ സെക്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ടാണ് ആദ്യം നമ്മൾ ലോഡ് കണ്ടുപിടിച്ചു. ലോഡിൽ നിന്ന് നേരെ അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിച്ചു. ആ ലോഡ് വെച്ചുകൊണ്ട് നമ്മൾ മാക്സിമം ഷിയർ ഫോഴ്സും മാക്സിമം ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിച്ചു. പിന്നെ ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വെച്ചുകൊണ്ട് നമ്മൾ ZP എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെക്ഷൻ ചൂസ് ചെയ്തു. എന്നിട്ട് ആ സെക്ഷൻ സേഫ് ആണോ എന്ന് നമ്മൾ നോക്കി. ഇത്രയാണ് നമ്മൾ. അപ്പൊ ഇവിടം വരെ എത്തുമ്പോൾ, 5ാമത്തെ സ്റ്റെപ്പ് വരെ എത്തുമ്പോൾ നമ്മൾ ആ സെക്ഷൻ നമ്മൾ സേഫ് ആണോ എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. ക്ലാസിഫൈ ദ സെക്ഷൻ. ക്ലാസിഫൈ ദ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ IS കോഡിലുള്ള IS 800 ടേബിൾ 2 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഫ്രം ടേബിൾ 2 നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എ 6th സ്റ്റെപ്പ്. അതായത് ഇപ്പൊ നമ്മൾ ബക്ലിംഗ് ക്ലാസ് ഒക്കെ നമ്മൾ ABC എന്ന് കണ്ടുപിടിച്ചില്ലേ, അതേ കണക്ക് ഇവിടെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നു. 4 സെക്ഷനാണ് നമുക്കുള്ളത്. പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്ട് ആണോ, സെമി കോമ്പാക്ട് ആണോ, സ്ലെൻഡർ ആണോ എന്നുള്ളത് നോക്കുന്നു. ഇനി നമുക്കുള്ളത് 3 കാര്യങ്ങളാണ്. അതായത് നമ്മൾ 3 ചെക്കുകൾ ചെയ്യും. ഫസ്റ്റ് ചെക്ക് ഫോർ ഷിയർ, ആദ്യത്തത്. നെക്സ്റ്റ് വൺ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ചെക്ക് ഫോർ ബെൻഡിങ് സ്ട്രെങ്ത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചെക്ക് ഫോർ ഷിയർ, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ, ചെക്ക് ഫോർ ബെൻഡിങ് മൂവ്മെന്റ്. ഈ 3 ചെക്കുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്?
നമ്മൾ ഇതിനുള്ള ലോഡ് കണ്ടുപിടിക്കും. അതും മറ്റേ ലോഡും എന്താണ്, ഗ്രേറ്റർ ആണോ എന്ന് നോക്കും. ഗ്രേറ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അതേ ഉള്ളൂ. നമ്മൾ സാധാരണ ടെൻഷൻ മെമ്പേഴ്സിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇപ്പോൾ പല റപ്ചർ കണ്ടീഷനൊക്കെ ചെയ്തതിന് വേണ്ടി ഇപ്പം നമ്മൾ ഓരോ ലോഡ് കണ്ടുപിടിച്ചിട്ട് സേഫ് ആണോ നോക്കുന്നത്. അതേ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ സെക്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 ചെക്കുകളും ചെയ്യുക. ഇപ്പൊ ചെക്ക് ഫോർ ഷിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ്. നമുക്ക് ഷിയർ ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വി യു. അത് നമ്മൾ വി ഡി എന്ന് പറയുന്ന ഈ ടേമുമായിട്ട് ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എ ഇൻറ്റു ഇതൊന്നുമില്ല, ഏരിയ ഇൻറ്റു എഫ് വൈ. നമുക്ക് ഇത് ഫോഴ്സ് അല്ലേ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. അതാണ് ചെയ്തിരിക്കുന്നത്. എഫ് വൈ ആണ് സ്ട്രെസ്, ഏരിയ നമ്മൾ കൊടുക്കുന്ന ഏരിയ. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിവൈഡഡ് ബൈ 3 ഗാമ M0. ഇത് ചെയ്യാനുള്ള കാരണം IS കോഡിലാണ് ഇതുള്ളത്. IS നമ്മൾ 800 കോഡിൽ അത് പറയുന്നുണ്ട്. അടുത്തത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. അപ്പം ഇതിപ്പോ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയതല്ല. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് ഓരോ ചെക്കുകളിലുള്ള പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് വിശദമായിട്ട് പറയാം. ഇനി ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഓരോ ടൈപ്പ് ഓഫ് ലോഡിങ് വരുമ്പോൾ അതിൻ്റെ അകത്ത് വരാവുന്ന മാക്സിമം ഡിഫ്ലക്ഷന് പല ഇക്വേഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചിരിക്കുന്നത് ടോസ് 2 എന്നാണ് പഠിച്ചിട്ടുള്ളത്. ടോസ് 2 നമ്മുടെ നമ്മുടെ S4 ടോസ് 2 ഇപ്പം അതിപ്പോ നമ്മൾ ഓർക്കണമെന്നില്ല, ഈ വാല്യൂസ് ഓർത്തിരുന്നാൽ മതി. ഇപ്പം ഒരു കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ് ആണെങ്കിൽ, കാൻഡിലിവറിന് ഒരു പോയിന്റ് ലോഡ് ആണെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ ഇതാണ്, WL²/3EI. കാൻഡിലിവറിന്റെ കൂടെ ഒരു UDL ആണെങ്കിൽ WL⁴/8EI. ഇനി സിംപ്ലി സപ്പോർട്ട്, SS എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിംപ്ലി സപ്പോർട്ട് വിത്ത് പോയിന്റ് ലോഡ് ആണെങ്കിൽ WL3/48EI. പിന്നെ സിംപ്ലി സപ്പോർട്ട് വിത്ത് UDL ആണെങ്കിൽ 5/384 WL⁴/EI. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും UDL നാലാമത്തെ കേസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ കാര്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. 5/384 WL⁴/EI. ഇതാണ് ഈ ബീമിൽ വരാവുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാക്സിമം ഡിഫ്ലക്ഷൻ ഇതിനെ നമ്മൾ L/240 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബീം തന്നാൽ ആ ബീമിന് ഒരു സ്പാൻ തന്നിരിക്കും. ഫോർ എക്സാമ്പിൾ അതിൻ്റെ 300 മീറ്റർ തന്നിരിക്കും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ 3000 ഡിവൈഡഡ് ബൈ 240 എന്നാണ്. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പൊ നമുക്കൊരു മില്ലിമീറ്റർ കിട്ടും. ഇതാണ് ഇതിൻ്റെ അകത്ത് വരാവുന്ന ഡിഫ്ലക്ഷൻ. ഇത്രേ വരാവും. അപ്പൊ ഇത് മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പം നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ഇത് ലോഡ് കൊണ്ട് കണ്ടുപിടിക്കുന്നതാ. ഇത് നമുക്ക് ഏറ്റവും മാക്സിമം വരാവുന്ന ഇതിനേക്കാൾ കുറവായിരിക്കണം. അതായത് ഈ സിഗ്മ മാക്സ്, ഈ സിഗ്മ മാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം ലോഡ് കൊണ്ട് വരാവുന്ന ഡിഫ്ലക്ഷൻ. ഇത് ഇത്രേ നമുക്ക് പെർമിറ്റ് ചെയ്യത്തുള്ളൂ. L/240 എന്ന് പറയുന്ന ഇത് L/240 ചിലപ്പോൾ എടുക്കും, L/300 ചിലപ്പോൾ എടുക്കും. എന്താന്നൊക്കെ ഉള്ള നമ്മൾ പ്രോബ്ലം വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് പെർമിറ്റ് ചെയ്യുന്ന ലിമിറ്റ്. ഇതെപ്പോഴും കൂടി നിൽക്കുക. ഇതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീഡിസൈൻ ചെയ്യണം. ലാസ്റ്റ് വൺ, ചെക്ക് ദ ബെൻഡിങ് സ്ട്രെങ്ത് ഓർ ഡിസൈൻ കപ്പാസിറ്റി. ബെൻഡിങ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിസൈൻ കപ്പാസിറ്റി. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ MD = B × ZP × FY ഡിവൈഡഡ് ബൈ ഗാമ M0. ബി അല്ല, ബീറ്റ × ZP × FY ഡിവൈഡഡ് ബൈ ഗാമ M0. ഇവിടെ ZP എന്തെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. FY എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ്, ഗാമ M0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടോസിറ്റി. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ക്ലാസിഫൈ ചെയ്തായിരുന്നു അല്ലേ. ഈ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ ബീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ ആണെങ്കിൽ ബീറ്റയുടെ വാല്യൂ 1 ആണ്. സെമി കോമ്പാക്ട് ആണെങ്കിലും 1 ആണ്. മറ്റേതൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ കോഡിലുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ 9 സ്റ്റെപ്പുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഡിസൈൻ ഓഫ് ബീം എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു? ലോഡ് കണ്ടുപിടിക്കണം, അതിൽ നിന്ന് അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിക്കണം, പിന്നെ അതിൽ നിന്ന് ആ അൾട്ടിമേറ്റ് ലോഡ് വെച്ചുകൊണ്ട് നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും, അതിവിടെ ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് കണ്ടുപിടിക്കുക. ഇനി ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വെച്ചുകൊണ്ട് നമ്മൾ എത്ര ഇസഡ് സെക്ഷൻ മോഡുലസ് കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അതിന്റെ ഒരു 20 തൊട്ട് 40% നമ്മൾ കൂട്ടിയെടുത്തിട്ട് ഒരു സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഏത് ഉപയോഗിച്ചുകൊണ്ട്? സ്റ്റീൽ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ചൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ 3 ചെക്കുകളും ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഡിസൈൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ.
അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓരോരോ ചെക്കുകളായിരിക്കും ചോദിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പം ഒരു ബീം തന്നിട്ട് നമ്മൾ ചോദിക്കും ചെക്ക് ദിസ് ബീം ഫോർ ഷിയർ, അല്ലെങ്കിൽ ചെക്ക് ദിസ് ബീം ഫോർ ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ ബെൻഡിങ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഡിസൈൻ കപ്പാസിറ്റി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഓരോരോ സ്റ്റെപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള നമുക്കൊരു 6 മാർക്കിനോ 7 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ സിലബസിൽ അല്ലെങ്കിൽ എക്സാമിന് ചോദിച്ചു വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 9 സ്റ്റെപ്പും വരുന്ന വലിയ എസ്സേ ഒക്കെ അത് ചിലപ്പോൾ 15 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം അങ്ങനെ 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റയർ ആയിട്ടാണ് ചോദിച്ചു വരുന്നത്. എപ്പോഴും മിക്കവാറും വരുന്ന കോമ്പിനേഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 3 പോസിബിലിറ്റീസും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു ഡിസൈൻ പ്രോബ്ലം ഫൈനലി ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 ചെക്ക് ഫോർ ഷിയർ എങ്ങനെ ചെയ്യാം, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് ചെക്ക് ഫോർ ഇതായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. An ISW 350 at 569 Newton per meter carries a maximum shear force. ഒരു ഷിയർ ഫോഴ്സ് തന്നിട്ടുണ്ട്. എന്തോ ചോദിച്ചിരിക്കുന്നത്, ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ ബീം ഇൻ ഷിയർ. ഷിയറിലുള്ള സേഫ്റ്റി നമ്മൾ കണ്ടുപിടിക്കണം. FY 250. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കാര്യം നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആണ് ഇത് 90 കിലോ ന്യൂട്ടൺ. ഇവിടെ ഈ ഒരു ബീമിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ആണ് നമുക്ക് ഈ ഇക്വേഷൻ വഴി കിട്ടുന്നത്. ഏത് ഇക്വേഷൻ? എന്താണ്ട് ഇത് ഡിസൈൻ ഷിയർ. ഈ ഇക്വേഷൻ വഴി നമുക്ക് കിട്ടുന്നത് ഈ ലിമിറ്റ് ആണ്. AB ഇൻറ്റു FI ഡിവൈഡഡ് ബൈ √3 ഗാമ M0. ഈ ലിമിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ 0.6 ഇൻറ്റു അത്രയും ആ വാല്യൂവിനേക്കാൾ ഒരിക്കലും നമുക്ക് തന്നിരിക്കുന്ന ഷിയർ ഫോഴ്സ് കൂടല്ലോ. അപ്പം അത് ഈ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഇത് സേഫാണ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിനി ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം നമുക്ക് 350 ഇൻറ്റു 569 ന്യൂട്ടൺ പെർ മീറ്റർ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഗീവൺ ഡേറ്റ D is equal to 90 കിലോ ന്യൂട്ടൺ, FY തന്നിട്ടുണ്ട്. ഇനി പ്രോപ്പർട്ടീസ്. അപ്പം ISWB 350 ആണ്. ISWB 350. അപ്പം നമുക്ക് ISW 350 എന്ന് പറഞ്ഞ ബീം ഒന്ന് നോക്കാം. അപ്പം അതായത് ഇതാണ്ട് ഇവിടെ ഉണ്ട്. ISW 350 56.9 ആണ്. അതാണോ നമുക്കുള്ളതെന്ന് നോക്കാം. എത്രയാണ്? 56.9 കിലോഗ്രാം ആണ് അവിടെ. അപ്പൊ ഇവിടെ 569 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പം നമുക്കത് ഐഡന്റിഫൈ ചെയ്ത് ഇതാണ് നമ്മുടെ സെക്ഷൻ. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വേണ്ടത് HW. എഴുതുക. എന്ന് പറയുന്നത് അതിൻ്റെ ഇതാണ്. എന്ന് പറയുന്നത് 350. പിന്നെ വേറെ എന്താ ഉണ്ട്? TW, അതായത് തിക്നെസ് ഓഫ് ദി വെബ്, അതും കൂടി എഴുതുക. തിക്നെസ് ഓഫ് ദി വെബ് 8. ഈ 2 കാര്യങ്ങൾ എഴുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം ഇവിടെ തന്നിരിക്കുന്ന ഷിയർ ഫോഴ്സ് മാക്സിമം ഷിയർ ഫോഴ്സിനെ തന്നിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്നത് മാക്സിമം ആണെങ്കിൽ അത് ഫാക്ടേർഡ് ആണോ അൾട്ടിമേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടേ ഇല്ല. അപ്പം നമ്മൾ സാധാരണ നമുക്ക് എന്തു ചെയ്യുന്നത്, ഒരു ലോഡ് തന്നാൽ നമ്മൾ അതിനെ അൾട്ടിമേറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേ കണക്ക് തന്നെ നമുക്കൊരു ബെൻഡിങ് മൊമെന്റോ ഷിയർ ഫോഴ്സോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മാക്സിമം ആക്കാനായിട്ട്, ഇപ്പൊ അത് മാക്സിമമേ തന്നിട്ടുള്ളൂ, ഫാക്ടേർഡ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 90 കിലോ ന്യൂട്ടനെ നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.5 ഇൻറ്റു 90 അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 135. ഇതാണ് നമ്മുടെ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ്. ഇതാണ് ഈ സ്ട്രക്ചറിൽ വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 135 കിലോ ന്യൂട്ടൺ. ദാറ്റ് ഈസ് 135 കിലോ ന്യൂട്ടൺ. അപ്പൊ ഇവിടെ അപ്പം VU എന്ന് പറഞ്ഞാൽ 135 എന്ന് പറഞ്ഞു നമുക്ക് കിട്ടി. ഇപ്പോൾ
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി ഈ സ്ട്രക്ചറിൽ പെർമിറ്റ് ചെയ്യാവുന്ന എത്രയെന്ന് കണ്ടുപിടിക്കണം. അതാണ് വി ഡി. വി ഡി ഈസ് ഈക്വൽ ടു എ വി ഇൻറ്റു എഫ് വൈ ഡിവൈഡഡ് ബൈ √3 ഗാമ എം സീറോ. ഇനി ഇവിടെ എന്താണ് ഇത് ഓരോ ടേംസ് നോക്കാം. എ വി എന്ന് പറഞ്ഞാൽ ഷിയർ ഏരിയ. ഷിയർ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ എച്ച്, അതായത് വെബിന്റെ ഹൈറ്റ് ഇൻറ്റു വെബിന്റെ വിഡ്ത്ത്. അപ്പൊ എത്ര വരും? എച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എച്ചും ഡബ്ല്യൂയും മാത്രം എഴുതിയത്. അപ്പം പല പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും എടുത്ത് എഴുതിയത് അത് മാത്രമാണ്. അതിനുള്ള റീസൺ ഇതാണ്. അപ്പൊ എ വി കിട്ടി. അടുത്ത് നമുക്ക് എന്താ ഉള്ളത്? എഫ് വൈ നമുക്കറിയാം. ഗാമ എം സീറോ 1.1 ആണ്, എപ്പോഴും അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 367.4 കിലോ ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ 0.6 എത്രയും നോക്കുക, അതായത് 60%. അത് എത്ര വന്നു? 220 കിലോ ന്യൂട്ടൺ വന്നു. അപ്പൊ ഇനി ഈ 220യും ഇതും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്രയാ വരുന്നത്? 135. പക്ഷെ നമുക്ക് എത്ര വരെ പെർമിറ്റ് ചെയ്യാം? 220 വരെ പെർമിറ്റ് ചെയ്യാം. അപ്പൊ എന്താണ്? വി ഡി 0.6 വി ഡി ഈസ് ഗ്രേറ്റർ ദാൻ വി യു. സോ നമുക്ക് എന്ത് പറയാം? ദ ബീം ഈസ് സേഫ് എഗെയിൻസ്റ്റ് ഷിയർ. സോ ദ ബീം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സേഫ് ആണ്. ഷിയറിന് ഇത് സേഫ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലാസ്റ്റ് 3 സ്റ്റെപ്സ് ഞാൻ പറയാം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പറയാം എന്താണെന്നുള്ളത്. ഈ ലാസ്റ്റ് ചെയ്യുന്ന 3 സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ ഇവിടെ പ്രോബ്ലം ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റിൽ ഉണ്ടാവുന്ന നമ്മൾ ഈ ഡിസൈനിലുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈൻ ഫോർ ഷിയർ ആണ്. ആ സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡിസൈൻ ഫോർ ഷിയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഷിയർ ഫോഴ്സ് 90 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ എന്ത് ചെയ്തു? ആ 90 കിലോ ന്യൂട്ടണെ നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്തത്? നമുക്ക് മാക്സിമം ഷിയർ ഫോഴ്സ് എന്നേ തന്നിട്ടുള്ളൂ, അത് ഫാക്ടേർഡ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 135 കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? വി ഡി ആയിട്ട് കമ്പയർ ചെയ്യണം. വി ഡി ആണ് ഇതിന്റെ ഡിസൈൻ, ഇതിന്റെ മാക്സിമം എടുക്കാൻ പറ്റുന്ന ഷിയർ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് വി ഡി. വി ഡി ഇസ് ഈക്വൽ ടു എ വി ഇൻറ്റു എഫ് വൈ ഡിവൈഡഡ് ബൈ √3 ഗാമ എം സീറോ. ഇനി എ വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷിയർ ഏരിയ. ഷിയർ ഏരിയ എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത് വെബിന്റെ ഏരിയ ആണ് ഷിയർ ഏരിയ. ഇൻറ്റു എഫ് വൈ ഡിവൈഡഡ് ബൈ √3 ഗാമ എം സീറോ. അങ്ങനെ ചെയ്യുമ്പോൾ 367 കിട്ടി. ആ 367ന്റെ എത്ര വേണം? 60% കമ്പയർ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആയിട്ടാണ് കിട്ടുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസൈൻ ഫോർ ഷിയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ്, അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് 3 സ്റ്റെപ്സിൽ ഒരു സ്റ്റെപ്പ്. അടുത്ത ചെക്ക് എന്താന്ന് നോക്കാം. ഞാൻ ISLB ഇങ്ങനെയായിരിക്കും. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഡിസൈനിന്റെ ഫുള്ള് സ്റ്റെപ്സ് ഒരുമിച്ച് പറഞ്ഞെങ്കിലും ഇതിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. ഏറ്റവും ഒരു 90 to 95% ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. കാരണം വലിയ സ്റ്റെപ്സുകളൊന്നും നമ്മുടെ തന്നെ ചോദിച്ചാൽ നമുക്ക് അത്ര എഴുതാനായിട്ടുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ, കാരണം കുറെ മൊഡ്യൂൾ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ഇതിപ്പം ഈ ഒരു നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് തോന്നുന്നു അതൊരു യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫൈനൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യുന്ന എല്ലാം നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ചെയ്യുന്നത്. അപ്പൊ ഷിയറിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞു. അടുത്ത എന്താന്ന് നോക്കാം. ISLB 600 at 995 Newton per meter carries a imposed ലൈവ് ലോഡ്. ഒരു ലൈവ് ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്. എന്തോ അതിന്റെ വാല്യൂ 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ലൈവ് ലോഡ് ആണ്. എക്സ്ക്ലൂഡിംഗ് ദ സെൽഫ് വെയിറ്റ് ഓവർ ആൻ എൻറ്റയർ സ്പാൻ ഓഫ് 6 meters. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ISLB സെക്ഷൻ ആണ്. ഇപ്പൊ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ISLB ആണ്. ISLB എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ, ഒരു ഐ സെക്ഷൻ ആണ്. അതിൻ്റെ അകത്ത് എന്താ ഉണ്ട്? ഒരു ലോഡ് ഉണ്ട്. ആ ലോഡ് എന്താണ്? 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ലോഡാണ് അത്? ഒരു UDL ആണ്. അപ്പൊ അതിന് അത് ഓക്കെയാണ്. ഇനി അതെന്തുവാണ്? എക്സ്ക്ലൂഡിങ് ദ സെൽഫ് വെയിറ്റ്. സെൽഫ് വെയിറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പൊ സെൽഫ് വെയിറ്റ് നമ്മൾ എടുത്ത് പറയുന്നില്ല, സെൽഫ് വെയിറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തെന്ന് പറയും, പക്ഷെ ഇവിടെ എന്താണ്? എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി അതെല്ലാം എത്ര സ്പാനിലുണ്ട്? എൻറ്റയർ സ്പാനിൽ 6 മീറ്റർ ആണ് നമ്മുടെ ബീമിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉള്ളതെന്ന് പറഞ്ഞാല്
എക്സ്ക്ലൂഡിങ് ദ ഇനി അടുത്തെന്തോ ഉള്ളത്, ഈൽഡ് സ്ട്രെസ് ഓഫ് ദ സ്റ്റീൽ ഈസ് 250 മെഗാപാസ്കൽ. ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത് 250 മെഗാപാസ്കൽ ആണ്. ഇനി എന്തുകൂടെ ചെക്ക് ചെയ്യേണ്ടത്, ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ ബീം ഇൻ ഷിയർ. അപ്പൊ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താണ്, ഇവിടെ നമുക്ക് ഷിയർ ഫോഴ്സ് തന്നിട്ടില്ല, അതിന് പകരം എന്തുവാണ്, ലോഡാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമായിരിക്കും, ആകെയുള്ള വ്യത്യാസം എന്താണ്, ഈ ലോഡ് നമ്മൾ, ഈ ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് നമുക്ക് അറിയണം, ലോഡ് അറിയാം. അപ്പൊ ലോഡ് എന്ന് പറയുന്നത് ഇവിടെ ഇവർ ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലൈവ് ലോഡ് തന്നിട്ടുണ്ട്, ലൈവിനെ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ലോഡ് എന്ന് പറയും. അത് എത്രയാണ്, 20 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ ലൈവ് ലോഡായി. പക്ഷെ ലൈവ് ലോഡ് മാത്രമായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്, അല്ല, അതിൻ്റെ അകത്ത് എന്ത് വരും, സെൽഫ് വെയിറ്റും കൂടെ വരും. സെൽഫ് വെയിറ്റും കൂടെ അതിൻ്റെ അകത്ത് വരും. അപ്പൊ ഈ സെൽഫ് വെയിറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, സെക്ഷൻ നോക്കുക, 600 അറ്റ് 995 ന്യൂട്ടൺ പെർ മീറ്റർ. 995 ന്യൂട്ടൺ പെർ മീറ്റർ ഒരു മീറ്ററിലുള്ള. അപ്പം സെൽഫ് വെയിറ്റ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഒരു മീറ്ററിൽ എന്താ UDL ആയിട്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇതിന്റെ മീനിങ് എന്താ, ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ UDL. അപ്പൊ ഈ അറ്റ് 995 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ സെൽഫ് വെയിറ്റ് എത്രയാ, ഒരു മീറ്ററിൽ 995 ന്യൂട്ടൺ. അപ്പൊ എന്താണ്ടേ സെൽഫ് വെയിറ്റ്. അപ്പൊ സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ലോഡ് നമ്മൾ തന്നിട്ടുള്ളതുകൊണ്ട് അത് എഴുതി, ഇത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെൽഫ് ഡെഡ് ലോഡ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാലേ ടോട്ടൽ ലോഡ് ആവത്തുള്ളൂ. അത് എത്രയാ, 995 ന്യൂട്ടൺ പെർ മീറ്റർ. പക്ഷെ ഇവിടെ നമ്മൾ 20 കിലോ ന്യൂട്ടൺ ആണ് എപ്പോഴും. അപ്പൊ കിലോ ന്യൂട്ടണിലേക്ക് ആക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇതിനെ കിലോ ന്യൂട്ടൺ ആക്കുക എന്ത് ചെയ്യണം, 995 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്നു. 995 ഡിവൈഡഡ് ബൈ 1000 നമ്മൾ ചെയ്യുമ്പോൾ എത്ര നമുക്ക് വരും, 0.995 കിലോ ന്യൂട്ടൺ. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഇപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് രണ്ടും കൂടെ കൂട്ടുന്നത്. അപ്പൊ 20 പ്ലസ് 0.995, അപ്പം 20.995 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതാണ് നമ്മുടെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ലോഡുകളാണ്, ഒന്ന് ഇമ്പോസ്ഡ് ലോഡ്, രണ്ട് ഡെഡ് ലോഡ്. ഇമ്പോസ്ഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ലോഡ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ ലൈവ് ലോഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇനി അതിന്റെ കൂടെ നമ്മൾ ഡെഡ് ലോഡും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്തായി, 995 ന്യൂട്ടൺ പെർ മീറ്റർ. ഇതൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്തു, കിലോ ന്യൂട്ടണിലേക്ക് മാറ്റി. അതിന് വേണ്ടി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 0.995 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20.995 ആണ് നമ്മൾ ഇവിടെ വരാവുന്ന മാക്സിമം ലോഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോഡിനെ അൾട്ടിമേറ്റ് ലോഡ് ആക്കണം, അല്ലെങ്കിൽ ഫാക്ടർ ലോഡ് ആക്കണം. സാധാരണ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 1.5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 31.49 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതാണ് നമ്മുടെ മാക്സിമം UDL എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ സൈഡിൽ ഒരു പടം വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഇപ്പോൾ. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അതിൻ്റെ അകത്ത് UDL ഇങ്ങനെ ഉണ്ട്. അപ്പം ഇതിന്റെ ഇനി നമുക്ക് എന്തോ വേണ്ടത്, ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആകെയുള്ള ഏതാ, ഷിയർ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഷിയർ ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഷിയർ ഫോഴ്സ് വേണം. അപ്പൊ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ലോഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/L/2 ആണ്. W/L/2. ഇതാണ് ഞാൻ ഇവിടെ ഇത്ത സ്റ്റെപ്പിൽ ആദ്യം ഇവിടെ ഞാൻ ടേബിൾ വരച്ചിട്ടുണ്ട്. ഇത് ഈ കണ്ടീഷൻ W/L/2 UDL. മിക്കവാറും UDL ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത്, W/L/2. അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഈ കാര്യം ഇപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമില്ല. ബെൻഡിങ് മോമെന്റ് ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ ചെക്ക് ചെയ്യുന്ന ഷിയർ ഫോഴ്സിനാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് എഴുതി, W/L/2. അപ്പൊ എത്ര കിട്ടി, 94.47. ഓക്കെ, അപ്പൊ നമുക്കിത് എന്താ, ഇതാണ് നമ്മുടെ ഈ സ്ട്രക്ചറിൽ വരുന്ന ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ്. അപ്പൊ ഇനി നമ്മൾ ഇതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, നേരത്തെ ചെയ്ത കണക്ക്
ഇതിനെ വി ഡി ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വി ഡി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വി ഡി കണ്ടുപിടിക്കാൻ നോക്കാം. വി ഡി എന്ന് പറഞ്ഞാല് എ വി ഇൻറ്റു വി ഡി എന്ന് പറഞ്ഞാല് എ വി ഇൻറ്റു എഫ് വൈ ഡിവൈഡഡ് ബൈ √3 ഗാമ എം ഡബ്ല്യു. എ വി ഇൻറ്റു എഫ് വൈ ഡിവൈഡഡ് ബൈ √3 ഗാമ എം ഡബ്ല്യു. അപ്പൊ ഇതിൻ്റെ അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് എ വി എന്ന് പറഞ്ഞാൽ നമുക്ക് ദാറ്റ് ഈസ് ഷിയർ ഏരിയ, അതായത് വെബിന്റെ ഏരിയ. ഇവിടുത്തെ അപ്പൊ നമുക്ക് എന്ത് വേണം? ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് അറിയണം അല്ലേ? അപ്പൊ നമുക്ക് നേരെ ISLB സെക്ഷനിലേക്ക് പോവാം. ISLB നമുക്കുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ISLB 600 നമ്മുടെ സെക്ഷൻ അല്ലേ? ദാണ്ട കിടക്കുന്നു നമ്മുടെ സെക്ഷൻ 600. അതിന്റെ വെബിന്റെ ഹൈറ്റ് എത്രയെന്ന് നോക്കുക. അതായത് എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600. അത് അതിന്റെ കൂടാതെ വെബിന്റെ തിക്നെസ്സും വേണം. അതെന്ന് പറഞ്ഞാൽ എത്രയാ? 10.5. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പം നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് വന്നു. ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ട് ഓക്കെ, ഇതാ കണ്ടോ, 600 ഇൻറ്റു 10.5. അപ്പൊ ഈ എ വി ആയി. ഇനി എന്താ ഉണ്ട്? എഫ് ഐ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 250. ഗാമ എം ഡബ്ല്യു എന്ന് പറയുന്നത് 1.1 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ഇൻറ്റു ടി ഡബ്ല്യു, അതാണ് ഈ 600 ഇൻറ്റു 10.5. എഫ് വൈ 250 √3 ഗാമ എം ഡബ്ല്യു 1.1. ഇതൊന്നും നിങ്ങൾ എപ്പോഴും നോക്കണ്ട. ഗാമ എം ഡബ്ല്യു അല്ല, സോറി, ഗാമ എം സീറോ. അപ്പൊ ഗാമ എം സീറോ എപ്പോഴും 1.1 ആണ്. അത് നമ്മൾ അങ്ങനെ എടുത്തു മാറ്റേണ്ട കാര്യമില്ലേ? ഒരു ആകെ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി മിക്കവാറും നമ്മൾ ഈ സ്റ്റീലിൽ എടുക്കുന്ന 1.1 തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ വളരെ ഇനിഷ്യൽ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാ. അപ്പം എപ്പോഴും ഇപ്പൊ ഈ ഇക്വേഷൻ തന്നെ നിങ്ങളത് ഓർത്തിരിക്കും. നമ്മളിത് കോഡിൽ നോക്കി എടുക്കാൻ നിന്നാല് പാടാണ്. കോഡിൽ ഡയറക്റ്റ് ആയിട്ടല്ല ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ ഇത് കോഡ് വെച്ച് കമ്പയർ ചെയ്ത് പറയാത്തത്. കാരണം ഇത് ഈ ചെറിയ ഇക്വേഷൻ എ വി ഇൻറ്റു എഫ് ഐ ഡിവൈഡഡ് ബൈ √3 ഗാമ ഉണ്ട്. ഇത് ഓർത്തിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു 8 മാർക്കിനോ 7 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനിത് നമുക്ക് ചില ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കും. ഇവിടെ ആകെ ഒന്നും ഇല്ലല്ലോ. അതായത് ഇവിടെ നമ്മൾ ശരിക്കും എന്തോ ചെയ്യുന്നേ? ഏരിയയും സ്ട്രെസ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഏരിയ എന്ന് പറയുന്നത് വെബിന്റെ ഏരിയ. ഒരു ഐ സെക്ഷൻ തന്നാൽ ആ വെബിന്റെ ഏരിയ ആണ് ഈ ഏരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 826 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ 0.6 എടുക്കണം. 0.6 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 496. അപ്പൊ നമ്മൾ ഈ 496 ഇതിന്റെ അകത്ത് പെർമിറ്റ് ചെയ്യാവുന്നത്. പക്ഷെ നമുക്ക് എത്രയേ വരുന്നുള്ളൂ? 97 വരുന്നുള്ളൂ. 496 നമുക്ക് പെർമിറ്റ് ചെയ്യാം, പക്ഷെ 97 വരുന്നുള്ളൂ. അപ്പം എന്താണ്? ഈ സെക്ഷൻ സേഫ് ആണ്. ഈ ബീം ഷിയറിന് സേഫ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്ത 2 പ്രോബ്ലത്തിലും നമ്മൾ ചെയ്തിരിക്കുന്നത് ചെക്ക് ഫോർ ഷിയർ ആണ്. ആകെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു ഇക്വേഷൻ വി ഡി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ടാണ്. ആ വി ഡി കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ 60% എടുക്കുക. ആ 60%വും നമ്മൾക്ക് ഈ സ്ട്രക്ചറിൽ വരാവുന്ന മാക്സിമം ഫാക്ടേർഡ് ഷിയർ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യും. ആദ്യം ചെയ്ത പ്രോബ്ലത്തിന്റെ അകത്ത് ഷിയർ ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നു. അപ്പൊ ഈ ലോഡിന്റെ കാര്യം ഒന്നും നമുക്ക് ആലോചിക്കേണ്ടി വന്നില്ല. പക്ഷെ രണ്ടാമത്തെ പ്രോബ്ലം എന്തായി? അവിടെ നമുക്ക് ലോഡ്, ലൈവ് ലോഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നു. അപ്പൊ നമ്മൾ ലൈവ് ലോഡും എടുക്കണം, പിന്നെ എന്തെടുക്കണം? സെൽഫ് വെയിറ്റും എടുക്കണം. ഇത് രണ്ടും കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഷിയർ ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കും. ആ ഷിയർ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? 1.5 ഫാക്ടേർഡ് ആക്കാൻ വേണ്ടി 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് കിട്ടി. അതും നമ്മൾ നേരത്തെ കണ്ടുവച്ചിരിക്കുന്ന 0.6 ബി ഡിയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് സേഫ്, അല്ലെങ്കിൽ നോട്ട് സേഫ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡിസൈനിന്റെ അകത്ത് ഉണ്ടാകുന്ന ലാസ്റ്റ് 3 സ്റ്റെപ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ഏതാണ്? ഡിസൈൻ ഫോർ ചെക്ക് ഫോർ ഷിയർ. ഓക്കെ, അപ്പോൾ ഒരു ഡിസൈൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ വരുന്ന വ്യത്യാസം എന്താണ്? നമുക്ക് ഈ സെക്ഷൻ തരത്തിൽ അവിടെ ISLB 600 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? പെട്ടെന്ന് തന്നെ ഇതിപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. പക്ഷെ ഇപ്പൊ
ഇപ്പം വേറെ ഒരു സെക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ സെക്ഷൻ നമുക്ക് തരത്തില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ലോഡ് ആയിരിക്കും തരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കണക്ക് ഒരു ലോഡ് മാത്രം നമുക്ക് തരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ ചൂസ് ചെയ്യണം. ISLB ആണോ ISWB ആണോ എന്നൊക്കെ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യണം. അത്ര ഉള്ളതിന്റെ വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പൊ ഷിയർ ഏകദേശം ഇപ്പൊ ഓക്കെ ആയെന്ന് തോന്നുന്നു. ഷിയറിന്റെ അകത്ത് ഇത്രേ ഉള്ളൂ. ആകെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ BD കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ ആണ്. വേറെ ഒന്നും ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഇല്ല. നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. അഗെയിൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന അതേ സെക്ഷൻ ആണ്. ISLB 600 at 995 Newton per meter. Same section. Carries a live load. Okay, it is given. It is carrying a live load ആണ്. Excluding self weight. Again the same question. 20 kN per meter ആണ് ലൈവ് ലോഡ്. എക്സ്ക്ലൂഡിംഗ് ദ സെൽഫ് വെയിറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? സെൽഫ് വെയിറ്റും കൂടെ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലോഡിന്റെ അത് തന്നെ പറഞ്ഞിരിക്കും ഇൻക്ലൂഡിംഗ് ദ സെൽഫ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും ഈ ലൈവ് ലോഡ് ഡെഡ് ലോഡ് ആഡ് ചെയ്യില്ല. ഇനി ഓവർ ആൻഡ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഇവിടെ 5 ആയി. നേരത്തെ 6 ആയിരുന്നു. വ്യത്യാസങ്ങളൊന്നും ഇല്ല. 6 എന്നുള്ളത് 5 ആയി. പിന്നെ ഈൽഡ് സ്ട്രെസ് 250 Nm². അഗെയിൻ FY തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്? ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ ബീം ഇൻ ഡിഫ്ലക്ഷൻ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ചെക്കിലേക്കാണ് പോകുന്നത്. ചെക്ക് ദ സേഫ്റ്റി ഓഫ് ദ ബീം ഇൻ ഡിഫ്ലക്ഷൻ. അപ്പൊ ഡിഫ്ലക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സേഫ്റ്റി നമ്മൾ ചെക്ക് ചെയ്യും. അതിനാണ് നമ്മൾ ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇവിടെ ഷിയർ അല്ല, ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്നത് ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 20 kN/m. ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ അത് നമുക്ക് നോക്കാം. അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ്. ലൈവ് ലോഡ് 995 Nm/m ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു? കിലോന്യൂട്ടണിലേക്ക് മാറ്റി. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20.995 kN/m ടോട്ടൽ ലോഡ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലോഡ് കൊണ്ടുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ലോഡ് കൊണ്ടുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഡിഫ്ലക്ഷൻ ഈ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോഡ് കൊണ്ടുണ്ടാവുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് 5/384 WL⁴/EI. 5/384 WL⁴/EI. ഇതാണ് ഞാൻ നേരത്തെ ഇവിടെ എഴുതിയിരുന്ന കാര്യം. അതായത് നമ്മുടെ ഇതാണ്ടേ 5/384. അവിടെ ഞാനൊരു ഇമ്പോർട്ടൻസ് സൈൻ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ 4 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏറ്റവും ചാൻസ് ഉള്ളത് എപ്പോഴും UDL ആണ്. കാരണം എപ്പോഴും ഒരു ബീമിൽ കൂടുതൽ വരുന്നത് UDL ആണ്. എപ്പോഴും ഒരു ബീമിൽ വരുന്നത് മിക്കവാറും UDL ആണ്. അപ്പം 5/384 WL⁴/EI. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇതാണ് നമ്മുടെ മാക്സ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്തായിരുന്നാലും ഓർത്തിരിക്കുക. എന്തായിരുന്നാലും നമ്മുടെ കോഡിലോ ഒന്നിൻ്റെ അകത്തും ഇല്ല. നമ്മൾ കാണാതെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ആണ്. 5/384 WL⁴/EI. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് ആദ്യം ഇത് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് ഈ ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. ഇതിൻ്റെ അകത്ത് W എന്ന് പറയുന്നതാണ് ഈ കാണുന്നത് 20.994 kN/m. അതാണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ബീം. അപ്പൊ ലെങ്ത് ഓഫ് ദ ബീം നമ്മുടെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ്ടേ 5 മീറ്റർ ആണ്. അപ്പൊ 5000 മില്ലിമീറ്റർ. ഞാനിപ്പോ എല്ലാം മില്ലിമീറ്ററിലേക്ക് മാറ്റുവാണ്. ഈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ നോക്കുക. യങ്സ് മോഡുലസ് തന്നിട്ടില്ല അല്ലെ? പക്ഷെ നമുക്ക് യങ്സ് മോഡുലസ് എന്തായാലും തന്നിട്ടില്ല. അപ്പൊ യങ്സ് മോഡുലസ് നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ യങ്സ് മോഡുലസ് സാധാരണ ഓർത്തിരിക്കേണ്ടത് ഒരു സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് E is equal to 2 into 10⁵ Newton per meter ആണ്. E എന്ന് പറഞ്ഞാൽ 2 into 10⁵ Newton per meter. ഇത് ഓർത്തിരിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ അത് തരും, ഇല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ ഇത് ഓർത്തിരിക്കുക. അത് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സാധാരണ സ്റ്റീലിൻ്റെത് ഇതാണ് വരുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ അല്ല, സോറി, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. തെറ്റിപ്പോയതാണ്. 2 into 10⁵ Newton per millimeter square. ഇനി അടുത്ത് എന്തോ ഉള്ളത്? I.
അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇനി നേരത്തെ നമ്മൾ ഇന്നലെ പഠിച്ച കണക്ക് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ചെയ്തെടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഐ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്നുണ്ട്. നമ്മൾ ഈ സെക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, ISLB 600, അതിന്റെ എപ്പോഴും എക്സ് ആക്സിസിലുള്ളതാണ് എടുക്കേണ്ടത്. അപ്പം നേരെ സ്റ്റീൽ ടേബിളിൽ വരുന്നു, സ്റ്റീൽ ടേബിളിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ഐ നോക്കുന്നു. ഐ താണ്ട് ഐ ഇവിടെ തന്നിട്ടുണ്ട്, IXX തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ താഴോട്ട് വരുന്നു, IX എത്രയാണ് തരുന്നത്, 72867.6. എൻ്റെ യൂണിറ്റ് എന്താണ്, സെന്റിമീറ്റർ റൈസ് ടു 4. എന്താണ്, 72,867.6 സെന്റിമീറ്റർ റൈസ് ടു 4 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിവിടെ എടുക്കുന്നു. ഐ എന്ന് പറഞ്ഞാൽ 72,867.6 എന്താണ്, സെന്റിമീറ്റർ റൈസ് ടു 4 ആണ് തന്നേക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം മില്ലിമീറ്റർ ആണ്. അപ്പൊ അതിനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 10 മില്ലിമീറ്റർ. അപ്പൊ സെന്റിമീറ്റർ റൈസ് ടു 4 ആണെങ്കിൽ എത്ര, 10 × 10 × 10 10 അങ്ങനെ 10,000 വരും. അപ്പൊ എന്താ എഴുതി, 10⁻⁴ എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായത്, മില്ലിമീറ്റർ ആയി. അപ്പൊ ഇവിടെ നമുക്ക് WI, LI, EI, II ഇത്രയും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ 5, ഓക്കെ 5 W എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുവാ തന്നിരിക്കുന്നത്, 20.995 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇതിനെ ന്യൂട്ടണും മില്ലിമീറ്ററും ആക്കണ്ടേന്ന്. അപ്പൊ ഇതിനെ ന്യൂട്ടണും മില്ലിമീറ്ററും ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മുകളില് ന്യൂട്ടൺ ആക്കണമെങ്കിൽ ഒരു 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ എന്താ ഉണ്ട്, മീറ്റർ, അതിനെ മില്ലിമീറ്റർ ആക്കണമെങ്കിൽ വീണ്ടും ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ശരിക്കും എന്തായി, ഇത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ താണ്ടേ 20.99. ഇവിടെ ഇങ്ങനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ 1000 വരും. ഇപ്പൊ 2000 ക്യാൻസൽ ആയി പോകും. അപ്പം കൂടുതൽ ആലോചിക്കേണ്ട, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്താണോ ഈ വാല്യൂ ഇങ്ങോട്ട് അങ്ങ് എഴുതിയാൽ മതി. കാരണം ഇതാണ് ഞാൻ പറഞ്ഞതാണ്, കാരണം രണ്ടിന്റെയും യൂണിറ്റുകൾ മുകളിലും താഴെയായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും 1000 വെച്ച്. ഇനി അടുത്ത് എന്തോ ഉള്ളത്, L എന്ന് പറഞ്ഞാൽ 5000 ആണ്. 5000⁻⁴ divided by 384 into 2 into 10⁵ into I. ഇയും ഐയും ആയി. അങ്ങനെ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.172 mm. 1.172 mm. ഇതാണ് ഈ ലോഡ് കൊണ്ട് ഇവിടെ ഉണ്ടാവാൻ പോകുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇതാണ് ഈ ലോഡ് കൊണ്ടുണ്ടാവുന്ന വരാൻ പോകുന്ന മാക്സിമം ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഇവിടെ പെർമിറ്റ് ചെയ്യാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതുമായിട്ട് ഈ ഒരു ബീമിൽ, ഏതൊരു ബീമാണെങ്കിലും അതിൻ്റെ അകത്തൊരു പെർമിറ്റ് ലിമിറ്റ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ പാലാരിവട്ടം പാലം, ഓക്കെ, വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അവിടെ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്ത് പറ്റിയത്, ഡിഫ്ലക്ഷൻ ഭയങ്കര കൂടുതലായി. കൂടുതലായി എന്ന് പറയുന്നതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ. ആ വാല്യൂ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ നിന്നാണ്. അതായത് പെർമിറ്റ് ചെയ്യാവുന്ന വാല്യൂ. അപ്പം പല ബീമിനും പല വാല്യൂസ് ആണ് അതിന്റെ സപ്പോർട്ട് കണ്ടീഷൻ വെച്ചുകൊണ്ട്. അപ്പൊ നമ്മളിപ്പോ മിക്കവാറും പഠിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ അകത്ത് പെർമിറ്റ് ചെയ്യാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന ഇങ്ങനെയാണ്, L/240 mm. L/240 mm. ഇത് ഓർത്തിരിക്കണം. L/240 എന്ന് L എന്ന് പറയുന്ന 5000 ഡിവൈഡ് ബൈ 240. അപ്പൊ എത്ര വന്നു, 20.83 mm. ഇതാണ് ഇതിൻ്റെ അകത്ത് പെർമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് എത്രയേ വരുന്നുള്ളൂ, 1.172 വരുന്നുള്ളൂ. അപ്പൊ എന്താണ്, പെർമിറ്റ് ചെയ്യാവുന്ന ലിമിറ്റ് കഴിഞ്ഞിട്ടില്ല. സോ എന്ത് നമുക്ക് എഴുതാം, ദിസ് ബീം ഈസ് സേഫ് അഗെയിൻസ്റ്റ് ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം ഇവിടെ നേരത്തെ നമ്മൾ ഷിയർ ഫോഴ്സ് ചെയ്ത കണക്ക് അതേ സ്റ്റെപ്സ് അല്ല, ഇവിടെ വേറെ സ്റ്റെപ്സ് വരും. അപ്പൊ ഇവിടെ ആകെ ഉണ്ടായിരിക്കുന്ന ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്തായിരുന്നു, ഇസഡ് മാക്സ് കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ ഓർത്തിരിക്കണം, 5/384 WL⁻⁴/EI. അപ്പൊ അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.172 എന്നാണ് കിട്ടുന്നത്. ഇനി ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ പെർമിറ്റ്, സിഗ്മ PR എന്നിട്ടേക്കുന്ന പെർമിറ്റ് ആണ്, പെർമിറ്റഡ് വാല്യൂ. അപ്പൊ L/240
അത് ചെയ്യുമ്പോൾ 20.83. അങ്ങനെ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് സേഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ അങ്ങനെ രണ്ടാമത്തെ ചെക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ സോഫാർ നമ്മുടെ ഡിസൈൻ സ്റ്റെപ്പിലുള്ള 2 ചെക്കുകളായി. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആയി കാണും. ഒന്ന് ഷിയറുമായി, ഒന്ന് ഡിഫ്ലക്ഷനുമായി. ഇനിയുള്ള നമ്മുടെ ലാസ്റ്റ് ചെക്ക് എന്ന് പറയുന്നത്, ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് ഒരു ക്വസ്റ്റ്യൻ. എന്താന്ന് നോക്കാം. ഡിറ്റർമിൻ ദ ഡിസൈൻ ബെൻഡിങ് ഓഫ് എ ലാറ്ററലി റീസ്ട്രെയിൻഡ് ബീം ISMB 300 അറ്റ് ഇത് ദ yield stress of the beam is 250. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഡിറ്റർമിൻ ദ എന്താണ് തന്നിരിക്കുന്നത്? ഡിസൈൻ ബെൻഡിങ് അതിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് ഡിസൈൻ ബെൻഡിങ് അല്ലെങ്കിൽ ഇതിന് പറയുന്നത് വേറൊരു വേർഡും കൂടെ ഉണ്ട്. ഇതാണ് ഒന്നുകിൽ ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറയും, ഇല്ലെങ്കിൽ ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറയും. 2 രീതിയിൽ ചോദിക്കും. രണ്ടും ഒരേ കാര്യങ്ങളാണ്. ഇപ്പൊ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത്രയും തന്നിട്ടുണ്ട്. ഇതിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ ചോദിക്കാന്ന് പറഞ്ഞാൽ ഒരു ലോഡ് നിങ്ങൾക്ക് തരുമായിരിക്കും. ആ ലോഡും ഇവിടെ കണ്ടുപിടിക്കുന്ന സ്ട്രെങ്തുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഈ കണ്ടുപിടിക്കുന്ന സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ അത് സേഫ് ആണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ചെക്കല്ല, ഇതിന് എത്രമാത്രം സ്ട്രെങ്ത് എടുക്കാൻ പറ്റും ബെൻഡിങ്ങിൽ, അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ള കാര്യം ISMB 300 അറ്റ് 442 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ നമ്മൾ നമ്മുടെ സാധാരണ ഉള്ള ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ അല്ല, നമ്മുടെ സ്റ്റീൽ ടേബിൾ എടുക്കുന്നു. ISMB ആണ്. ISMB 300 താണ്ടേ, ISMB 300. ഇതാണ് നമ്മുടെ സെക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്ഷൻ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സാധാരണ എഴുതുന്ന കുറെ പ്രോപ്പർട്ടീസുകളാണ്. H എഴുതി, B ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത്, ഫ്ലാഞ്ചിന്റെ തിക്നെസ്, വെബിന്റെ വിഡ്ത്ത്, വെബിന്റെ തിക്നെസ്, അങ്ങനെ കുറച്ച് എഴുതി. പിന്നെ ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഇനി ആദ്യം ഇതിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, ഇത് ഓർത്തിരിക്കുക. MD ഈസ് ഈക്വൽ ടു, MD എന്ന് പറഞ്ഞാൽ ഡിസൈൻ സ്ട്രെങ്ത്, ഇസ് ഈക്വൽ ടു ബീറ്റ ബി ഇൻറ്റു ZP ഇൻറ്റു FY ഡിവൈഡഡ് ബൈ ഗാമ M0. ബീറ്റ ബി ഇൻറ്റു FY ഇൻറ്റു ZP ഡിവൈഡ് ബൈ ഗാമ M0. ഇനി ഞാൻ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ കോഡിൽ പറയുന്നുണ്ട്. ഞാനപ്പോൾ ആ ഒരു ടേബിൾ, അതായത് പേജ് നമ്പർ 52-ലും 53-ലും ഇതുണ്ട്. ഇത് പറയുന്നത് 8.2.1 എന്ന് പറയുന്ന ക്ലോസിലാണ്. ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഇപ്പം IS 800 ആണിത്. ഇതിനകത്ത് 52-ാമത്തെ പേജ്. ഇതാണ്ട് ഡിസൈൻ 52-ാമത്തെ പേജില് സെക്ഷൻ 8 എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മുടെ ഈ ബീംസിന്റെ ഡിസൈൻ ഒക്കെ ഉള്ളത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കാത്തതിന് കാരണം നമുക്ക് ഡിസൈൻ ഓഫ് ബീംസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ സിലബസിൽ വളരെ ചെറിയ കാര്യങ്ങളെ കുറച്ചേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ വെച്ച് നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉള്ളത് 8 പോയിന്റ് കിടക്കുന്നു. 8.2.1 താണ്ടേ. MD is equal to beta B into ZP into FY divided by gamma M0. ഓക്കെ, ഇവിടെ ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ എന്താ, ഈ ഇക്വേഷൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ മുകളിലുള്ളതൊന്നും അങ്ങനെ ജസ്റ്റ് നോക്കണ്ട. ഇത് ഡിസൈൻ ഒക്കെ വരുമ്പോൾ എടുക്കുന്നതാണ്. നമ്മൾ ഈ ഇക്വേഷൻ മാത്രം നോക്കാം. 8.2.1. എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഇതൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടേ, ബീറ്റ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്തിനാണ്? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പാക്ട് സെക്ഷൻ 1 ആണ്. ഇല്ലെങ്കിൽ അത് മാറി വരും ബാക്കിയുള്ള സെക്ഷനാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. പിന്നെ ZP നമുക്കറിയാം, സെക്ഷൻ മോഡുലസ് ആണ് അല്ലേ. പിന്നെ FY നമുക്ക് എന്തായാലും അറിയാം, ഗാമ M0. അപ്പൊ ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബീറ്റ ബി എന്താന്ന് കണ്ടുപിടിക്കണം ആദ്യം. പിന്നെ ZP കണ്ടുപിടിക്കണം. ബാക്കി FY നമുക്ക് തന്നിട്ടുണ്ട്. ഗാമ M0 നമുക്കറിയാം. FY 250 ആണ്, ഗാമ M0 1.1 ആണ്. അതിൻ്റെ അകത്തൊന്നും വലിയ ഡൗട്ടില്ല.
അപ്പൊ ഈ ബീറ്റ ബി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്ഷനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യണം. സെക്ഷനെ നമ്മൾ എന്ത് സെക്ഷനാണെന്നുള്ളത് നോക്കണം. അതിനുവേണ്ടി നമുക്ക് എടുക്കേണ്ടത് ടേബിൾ 2. ഓക്കെ, ടേബിൾ 2യിലേക്ക് വരികയാണ്. ടേബിൾ 2 പേജ് നമ്പർ 18 ആണ്. പേജ് നമ്പർ 18 ഓഫ് IS 800. ടേബിൾ 2 എന്ന് പറയുമ്പോൾ ഏകദേശം അങ്ങ് മുകളിലാണ് വരുന്നത്. ടേബിൾ 1 ആയി. ഓക്കെ, ദിസ് ഈസ് എ ടേബിൾ. ഇതിൽ നിന്നാണ് നമ്മളിതിനെ പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്റ്റ് ആണോ, സെമി കോമ്പാക്റ്റ് ആണോ, അല്ലെങ്കിൽ സ്ലെൻഡർ ആണോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ നമുക്കിതാണ് ടേബിൾ 2. ഇപ്പോൾ ടേബിൾ 2 വന്നു. എന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളൊന്നും നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരിവിടെ പറയുന്നുണ്ട് ടേബിൾ 2 എടുക്കാം. ടേബിൾ 2ൽ ഇതാണ്ടേ, ആദ്യം ഈ റേഷ്യോ കണ്ടുപിടിക്കുക. ബി ബൈ ടി എഫ്. ബി ബൈ ടി എഫ് 9.4. ഇത് സിഗ്മയാണ്. ഇതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സൈൻ എന്ന് പറയുന്നത് അത് ആദ്യം ബി ബൈ ടി എഫ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ബി ബൈ ടി എഫ് ഇവിടെ ബി എന്താന്നുള്ളത് നോക്കുക. ബി എന്ന് പറഞ്ഞാല് ഇവിടെ ടേബിൾ ഓക്കെ, ഇവിടെ ഈ ഒരു കാര്യം നോക്കുക. ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സീറ്റ. ഇതെന്ന് പറഞ്ഞാല് 250 ഡിവൈഡഡ് ബൈ FY റൈസ് ടു 1/2. റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ആണ്. റൈസ് ടു 1/2. 250 ഡിവൈഡഡ് ബൈ FY. FY എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്വസ്റ്റ്യനിൽ എത്ര തന്നിരിക്കുന്നത്? 250 ആണ്. വേറെ വ്യത്യാസം ഒന്നും തന്നിട്ടില്ല. അപ്പം 250 ഡിവൈഡ് ബൈ 250 അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 തന്നെ. അപ്പൊ മിക്കവാറും ഈ വാല്യൂ തീറ്റയുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് 1 വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ, സീറ്റ ഇസ് ഈക്വൽ ടു 250 ഡിവൈഡ് ബൈ FY നമുക്ക് 250, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരും ചിലപ്പോൾ 300 ആണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം മാറ്റിയെടുക്കാം. മിക്കവാറും അങ്ങനെയൊന്നും മാറ്റി കണ്ടിട്ടില്ല. അപ്പം സീറ്റ 1 അപ്പം ഇനി ഇത് 9.4 ആണോ നോക്കണം. അപ്പൊ ഇവിടെ ബി ബൈ ടി എഫ് നോക്കാം. ടി എഫ് എന്ന് പറഞ്ഞാൽ 12.4. ഇനി ബി എന്ന് പറഞ്ഞാല് നമ്മുടെ ഫ്ലാഞ്ചിന്റെ വിട്ടാണ് ബി എന്ന് പറയുന്നത്. അപ്പം ബി എഫ് എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞ് ഇവിടെ എടുക്കേണ്ടത് അതിന്റെ ഹാഫ് എടുക്കണം. അതിന്റെ ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പ്ലാസ്റ്റിക് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫ്ലാഞ്ചിന്റെ ഹാഫ് ദ തിക്നെസ് ആണ് നമ്മൾ എപ്പോഴും എടുത്ത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ബി എന്ന് പറഞ്ഞാൽ വി ആർ ടേക്കിംഗ് ആസ് വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച്. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 140 ആണ്. 140 ഡിവൈഡഡ് ബൈ 2, അത് ഡിവൈഡ് ബൈ ടി എഫ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.64. ഇനി ഇത് 5.64 ആണ്. നമ്മൾ ഇനി ടേബിളിൽ നോക്കുമ്പോൾ നമുക്കിവിടെ പല വാല്യൂസ് ഉണ്ട്. 9.4, 10.5, 15.7. അപ്പം ഇതിപ്പം എത്ര വരെ ഉള്ളൂ? 9.4നേക്കാൾ ചെറുതാണ് അല്ലേ? 9.4നേക്കാൾ ചെറുതാണ്. അപ്പൊ അത് എന്ത് സെക്ഷൻ ആയിരിക്കും? അത് പ്ലാസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാം. ആ രീതിയിൽ ബി ബൈ ടി എഫ്. അപ്പൊ ബി ബൈ ടി എഫ് നമ്മൾ ആദ്യം നോക്കി. ഓക്കെ, ബി ബൈ ടി എഫ് നമ്മൾ നോക്കി. ഇനി അടുത്തത് അപ്പം നമ്മൾ ഇത് ശരിക്കും ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ സെക്ഷനെ പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്റ്റ് ആണോ, സെമി കോമ്പാക്റ്റ് ആണോ എന്നാണ് നമ്മൾ വേർതിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന IS സെക്ഷന് വെബും ഉണ്ട്, ഫ്ലാഞ്ചും ഉണ്ട്. ശ്രദ്ധിക്കുക, വെബും ഉണ്ട്, ഫ്ലാഞ്ചും ഉണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വെബും ഫ്ലാഞ്ചും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് രണ്ടും പ്ലാസ്റ്റിക് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് IS കോഡ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് ഇവിടെ നോക്കുക, ഔട്ട്സ്റ്റാൻഡിങ് എലമെന്റ് ഓഫ് ഫ്ലാഞ്ച് കണ്ടോ?
ഔട്ട്സ്റ്റാൻഡിങ് എലമെന്റ് ഓഫ് ഫ്ലാഞ്ച്. ഫ്ലാഞ്ച് ആണ് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഞ്ച് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9.4 കുറവാണ്. അപ്പൊ ഫ്ലാഞ്ച് പ്ലാസ്റ്റിക് ആണ്. അടുത്തിനി ഇവിടെ ഒരെണ്ണമുണ്ട്, വെബ്. ഈ ടേബിളിൽ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ മോഡിലുള്ള ഈ വാല്യൂസ് മാത്രം ചിന്തിച്ചാൽ മതി. അത് കഴിഞ്ഞ് വെബ് നോക്കുക. വെബ് എന്ന് പറഞ്ഞാൽ വെബ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? D/TW. D/TW. അപ്പൊ അത് എന്താന്ന് നോക്കാം. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്, ഡി ഈസ് ദ ഡെപ്ത് ഓഫ് ദ വെബ്. ഡെപ്ത് ഓഫ് ദ വെബ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് മൈനസ് 2 ടൈംസ് ഫ്ലാഞ്ചിന്റെ തിക്നെസ്. ഇപ്പൊ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഐ സെക്ഷൻ. ഇതിൻ്റെ അകത്തുള്ള വെബ് എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയാണ് വെബ്. പക്ഷെ ഇതിൻ്റെ അത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ തിക്നെസ് കുറയ്ക്കും. അതായത് ഇതിന്റെ ഇന്റീരിയർ ഡിസ്റ്റൻസ് എടുക്കത്തുള്ളൂ. കാരണം ഇവിടെ എന്താണ്? ഒരു തിക്നെസ് ഉണ്ടല്ലേ, തിക്നെസ് ഉണ്ട്, ഇവിടെ ഒരു തിക്നെസ് ഉണ്ട്. ഈ തിക്നെസ്സിനെ കുറച്ചിട്ട് വരുന്നതാണ് ഡി. അപ്പൊ എന്തെടുക്കണം? ടോട്ടൽ എച്ച് മൈനസ് ഇവിടെ ഒരു തിക്നെസ് വരും, ഇവിടെ ഒരു തിക്നെസ് വരും. അതുകൊണ്ടാണ് 2 ടൈംസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 275.2. 275.2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അങ്ങനെ ചെയ്യുമ്പോൾ D/TF നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 36.67. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും ടേബിൾ എടുത്തു. ടേബിൾ എടുത്തപ്പോൾ നമുക്ക് ഇതല്ല, ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. വെബ് ഓഫ് എ ഐ സെക്ഷൻ. ഇപ്പം D/TW. ഓക്കെ, D/TW അത് എത്ര വന്നു? 84 ഇവിടത്തെ. 84, 105, 126. അപ്പൊ ഇതിന് ഏതാണ് ചെറുതെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ആകെ എത്ര കിട്ടിയത്? 36 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എഗെയിൻ അത് 84 താഴെയാണ്. അപ്പൊ നമ്മൾക്ക് എന്തായി? വെബും ഫ്ലാഞ്ചും നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ രണ്ടും ഏകദേശം വരുന്നത് ഒന്നാണ്. ഇപ്പം വെബ് നമുക്ക് കോമ്പാക്ട് കിട്ടിയാൽ ഈ സെക്ഷൻ കോമ്പാക്ട് ആയി മാറും. രണ്ടും ഒന്നാണെങ്കിൽ അതെടുക്കുക. ഇനി ഇപ്പം ഒരെണ്ണം മാറി വരികയാണെങ്കിൽ, ഇപ്പം പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊരെണ്ണം സെമി കോമ്പാക്റ്റ് വരുന്നത്. അപ്പൊ എന്താണ് ആ സെക്ഷൻ? സെമി കോമ്പാക്ട് എന്ന് പറഞ്ഞെടുക്കണം. ഏറ്റവും വേഴ്സ്റ്റ് കേസ് നമ്മൾ എടുക്കാവൂ. പ്ലാസ്റ്റിക് ആണ് ഏറ്റവും നല്ലത്. അപ്പം അതല്ലെങ്കിൽ അതിന്റെ അടുത്തത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? B/TF എടുത്തു. ഈ 3 വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്തു. ആദ്യം നമുക്ക് കിട്ടിയത് 9.4 താഴെയാണ്, അതുകൊണ്ട് അത് പ്ലാസ്റ്റിക് ആണ്. അടുത്ത് നമ്മൾ വെബ് എടുത്തു. വെബ് ഫോർ ഐ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഐ സെക്ഷന്റെ വെബിന്റെ ഇതാണ് ഈ ഇക്വേഷൻ. അതെടുത്ത് കഴിയുമ്പോൾ ദാണ്ടെ D/TF നമ്മൾ എടുക്കേണ്ടത് 84 ഇതിനേക്കാൾ താഴെയാണ്. ഇവിടെ നിങ്ങൾക്ക് വേറെ കുറെ ഇക്വേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതായത് R നെഗറ്റീവ്, R1 പോസിറ്റീവ്. ഈ R എന്നൊക്കെ വരുന്നത് നമ്മുടെ ബോക്സ് സെക്ഷൻ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഐ സെക്ഷൻ ഈ മുകളിലത്തത് മാത്രം എടുത്തേച്ചാൽ മതി. ഓക്കെ. പിന്നെ അത്രയും കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഈ ടേബിൾ 2 നമ്മൾ ഈ മുകളിലത്തെ ഇതെടുക്കണം. ഫസ്റ്റ് തന്നിരിക്കുന്നത് എടുക്കണം. ഇനി അതേ കണക്ക് തന്നെ വെബിന്റെ എടുക്കുമ്പോൾ ഈ ചെറിയ വാല്യൂസ് എടുക്കുക. ഈ 2 വാല്യൂസും വെച്ച് കമ്പയർ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടും പ്ലാസ്റ്റിക് ആണ് കിട്ടിയത്. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ബീറ്റ എന്ന് പറയുന്നത് 1 നേരത്തെ നമ്മൾ കണ്ടു. അപ്പം ഇതിന്റെ അകത്തുള്ള ഫസ്റ്റ് വാല്യൂ കിട്ടി, ബീറ്റ കിട്ടി. ഇനി FI നമുക്ക് ആകെ അറിയാം, ഗാമ M0 അറിയാം. ഇനി നമുക്ക് ZP കണ്ടുപിടിക്കണം. അപ്പൊ ZP എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്റ്റീൽ ടേബിൾ എടുത്താൽ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് IS ഏതായിരുന്നു? നമ്മുടെ സെക്ഷൻ ISMB 300 ആയിരുന്നു അല്ലെ? ISMB 300. അപ്പൊ ISMB 300 കിടക്കുന്നു. അപ്പൊ ഈ സെക്ഷനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ZP തരത്തില്ല. അതിന് പകരം എപ്പോഴും എന്തുവാ തരുന്നത്? ISMB 300. ISMB 300 ഇതാണ്ട് സെക്ഷൻ നമ്മുടെ. ഇതിൻ്റെ അകത്ത് ZP തരത്തില്ല. അതിന് പകരം ZXXും ZYY തരത്തുള്ളൂ. നമ്മൾ എടുക്കേണ്ട ZXX ആണ്. ZXX എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 573.6. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ZP കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ZXX അറിയാവും. ഇതിനാണ് നമ്മൾ ഒരു വാല്യൂ പക്ഷെ നമുക്ക് എന്തറിയാം? ഷെയ്ഫ് ഫാക്ടർ അറിയാം. നമ്മൾ ഇന്നലെ പഠിച്ച ഷെയ്ഫ് ഫാക്ടർ അറിയാം. ഷെയ്ഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? MP ഡിവൈഡഡ് ബൈ ME ആണ് അല്ലേ? മൊമെന്റ് ഓഫ് ME ആണ്.
ഇതിനെ നമ്മൾ എന്തായിട്ട് എഴുതി? ഇസഡ് പി ഡിവൈഡഡ് ബൈ ഇസഡ് എന്ന് നമ്മൾ പഠിച്ചു, ഇസഡ് ഇ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇസഡ് പി കണ്ടുപിടിക്കണം. ഇനി ഐ സെക്ഷന്റെ എസ് ഷേപ്പ് ഫാക്ടർ ഇന്നലെ നമ്മൾ പഠിച്ചു, ഏകദേശം 1.15 ആണ്. ഇവിടെ 1.14 എന്ന് എടുത്തു, നമുക്ക് 1.14ഓ 1.15ഓ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളൊരു അസംഷൻ ആണ്, അതിനൊക്കെ കൂടുതൽ എടുക്കല്ലേ. അപ്പൊ ഞാൻ ഇവിടെ 1.14 എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇസഡ് പി കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്ത കണക്ക് a/2 എടുത്ത് y1 ബാർ പ്ലസ് y2 ബാർ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഷേപ്പ് ഫാക്ടർ ഓർത്തിരിക്കുക. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ ഷേപ്പ് ഫാക്ടർ പഠിച്ചത്. ഇവിടെ ഇപ്പോൾ ഒരു ഐ സെക്ഷൻ ആയതുകൊണ്ട് അത് മാത്രം നമുക്ക് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് എന്തായാലും ബീം വേറെ ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ ഷേപ്പ് ഫാക്ടർ മാത്രമായിട്ട് ചിലപ്പോൾ ചോദിച്ചത് കൊണ്ടാണ് ഷേപ്പ് ഫാക്ടറിനെ പറ്റി വലിയൊരു ക്ലാസ് നമ്മൾ ഇന്നലെ എടുത്തത്. ഇനി ശരിക്കും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ വാല്യൂ ആണ്. ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ZP/ZE ആണ്. അപ്പൊ അത് എസ് എന്ന് പറയുന്നത് 1.15 അല്ലെങ്കിൽ 1.4. ഇനി ZXX എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് അത് എഴുതി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ZP കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബീറ്റ ബി ഇൻറ്റു ZP ഇൻറ്റു FY ഡിവൈഡഡ് ബൈ ഗാമ എം സീറോ. അങ്ങനെ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MD is equal to 148.61 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നായിരിക്കും. വലിയൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇതിനെ നമ്മൾ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് ആക്കണം. അതിനിപ്പോൾ എന്ത് ചെയ്യണം? കിട്ടുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ കിലോ ന്യൂട്ടൺ ആക്കണമെങ്കിൽ 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അത് കൂടാതെ മീറ്ററിനെ മാറ്റണമെങ്കിൽ വീണ്ടും 1000 കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചെക്ക് എന്ന് പറയുന്നത്. അതായത് ബെൻഡിങ് സ്ട്രെങ്ത്. അപ്പൊ ഇവിടെ ചെക്കായിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇപ്പൊ ചിലപ്പം നമുക്ക് ഇവിടെ എന്തുവാ ചെക്ക് ചെയ്യണമെങ്കിൽ ചോദിക്കുന്നത്, നമുക്ക് ചിലപ്പം മൊമെന്റ് തരും. നമുക്കിപ്പോ മൊമെന്റ് കണ്ടുപിടിക്കാറുണ്ട്, WL²/8. ആ മൊമെന്റ് തന്നിട്ട് ഈ കിട്ടുന്ന മൊമെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് 148.61 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ല, കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ആണ് അല്ലെ? കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മൊമെന്റ് ഇതിനേക്കാൾ കുറവാണോ കൂടുതലാണോ എന്ന് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ചെക്ക് കഴിയും. സോ ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈനിന്റെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിച്ച് കണ്ടിട്ടില്ല. അതിന് പകരം ഡിസൈനിന്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഞാനൊരു ഡിസൈനിന്റെ ഒരു ഫുൾ പ്രോബ്ലം എടുക്കുന്നതായിരിക്കും. ഒരു ഫുൾ പ്രോബ്ലം എടുക്കാൻ നമുക്ക് കുറച്ച് നേരം എടുക്കും. അത് മാത്രമായിട്ട് നമുക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഒരു ഫുൾ പ്രോബ്ലം എടുക്കും. ഫുൾ പ്രോബ്ലം തന്നെ ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ ഈ ചെയ്ത 3 ക്വസ്റ്റ്യനും ഒരുമിച്ച് ചെയ്യും. അത് കൂടാതെ നമുക്ക് അതിന്റെ മുകളിലേക്ക് കുറെ കാര്യങ്ങളുണ്ട്, സെക്ഷൻ ചൂസ് ചെയ്യേണ്ടേക്ക്. അതെങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യും. അപ്പം പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ പറഞ്ഞ കണക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇതിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പറഞ്ഞു ഒരു 95% ക്വസ്റ്റ്യൻസും നമുക്ക് ഇത്രയും ചെറിയ ക്വസ്റ്റ്യൻസേ ചോദിച്ചത്. ഇത് ആകെ ഇതിനകത്ത് കുറച്ച് വലുപ്പം വരുന്നത് ഈ ക്ലാസ് ചെയ്ത ഒരു പ്രോബ്ലം. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് ഒരു സ്റ്റെപ്സ് ഫോർ ഡിസൈനിങ് എ ബീമാണ്. 9 സ്റ്റെപ്പുകളാണുള്ളത്. ആ 9 സ്റ്റെപ്പുകളിൽ നമുക്ക് അവസാനത്തെ 3 സ്റ്റെപ്പുകൾ ചെക്കാണ്. ആ ചെക്കിന്റെ അകത്ത് ആദ്യം വരുന്നത് ചെക്ക് ഫോർ ഷിയർ ആണ്, രണ്ടാമത് വരുന്നത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്, മൂന്നാമത് വരുന്നത് ചെക്ക് ഫോർ ബെൻഡിങ് സ്ട്രെങ്ത് ആണ്. അങ്ങനെ 3 പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു മൊഡ്യൂള് കമ്പാരിറ്റീവ്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മൊഡ്യൂളുകളിലെ കണക്ക് വലിയ പാടില്ല. കാരണം മിക്കവാറും എല്ലാവരും ആദ്യത്തെ 2 മൊഡ്യൂളൊക്കെ അങ്ങ് നോക്കത്തേ ഉള്ളൂ. അപ്പൊ മൂന്നാമത്തെ മൊഡ്യൂള് ചിലപ്പം അവർ വിചാരിക്കും പാടാണ്. പക്ഷെ ഇവിടെ നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയ പ്രോബ്ലം ആണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കവാറും ചോദിക്കുന്നത് തന്നെ. അപ്പം വളരെ
എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് വേറെ വേരിയേഷൻസ് ഒന്നും വരാനായിട്ടില്ല. ഈ 3 ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് നമുക്ക് ചോദിക്കുക. നിങ്ങളുടെ സിലബസിലും ഇത് മാത്രമേ പറയുന്നുള്ളൂ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നു. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.